ഇന്നിവിടെ ചേർന്ന UDF സംസ്ഥാന ഏകോപന സമിതി അംഗങ്ങളുടെയും UDFിൻ്റെ പാർലമെൻറ്റ് അംഗങ്ങളുടെയും സംയുക്ത യോഗമായി. ഇത്തരമൊരു യോഗം ആദ്യമായിട്ടാണ് UDF വിളിക്കുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വളരെ വമ്പിച്ച വിജയം കൈവരിച്ച ലോക്സഭാ അംഗങ്ങൾ ഉൾപ്പെടെ UDFിൻ്റെ സംസ്ഥാന ഏകോപന സമിതി കൂടി വിജയത്തെക്കുറിച്ച് വിലയിരുത്താനും ഭാവിയിൽ നേരിടാൻ പോകുന്ന തെരഞ്ഞെടുപ്പുകൾക്ക് ഈ വിജയത്തിൻ്റെ പശ്ചാത്തലത്തിൽ പുതിയ പ്രവർത്തനങ്ങൾ ആവിഷ്കരിക്കാനും വേണ്ടിയാണ് ഇന്ന് UDF യോഗം വിളിച്ചത്. ഈ യോഗത്തിൽ പര്യടനം നടത്തുന്ന 2-3 MPമാരൊഴിച്ച് മിക്ക MPമാരും പങ്കെടുത്തു. ഏറ്റവും ഒടുവിൽ രാജ്യസഭാംഗമായി തിരഞ്ഞെടുക്കപ്പെട്ട ഹാരിസ് ബീരാൻ ഉൾപ്പെടെ രാജ്യസഭാംഗങ്ങളും ഇതിൽ പങ്കെടുത്തിരുന്നു. പരാജയവും വിജയവും മാറി മാറി ഉണ്ടായിട്ടുണ്ടെങ്കിലും പരാജയത്തെക്കുറിച്ച് പഠിക്കാൻ KPCC പ്രത്യേക കമ്മീഷനെ തന്നെ നിയോഗിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇത്രയും വമ്പിച്ചൊരു വിജയത്തിലേക്ക് നയിച്ച ഘടകങ്ങൾ പഠിക്കണം എന്നാണ് ഇന്നത്തെ ഈ യോഗം തീരുമാനിച്ചത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ നിന്നെല്ലാം വ്യത്യസ്തമായി UDFിന് കിട്ടിയ ഈ ജനപിന്തുണ, അതിൻ്റെ കാരണങ്ങളെക്കുറിച്ച് വിശദമായി പഠിക്കാൻ UDF തീരുമാനിച്ചിട്ടുണ്ട്. പ്രാഥമികമായ വിലയിരുത്തൽ ഞങ്ങൾ മെയ് 25-ന് ഏകോപന സമിതി കൂടിയപ്പോൾ തെരഞ്ഞെടുപ്പിൻ്റെ വിലയിരുത്തൽ നടത്തിയിരുന്നു. ആ വിലയിരുത്തലിൽ നിന്ന് വ്യത്യസ്തമായി നിരവധി കാര്യങ്ങൾ ഇന്ന് നേതാക്കന്മാരുടെ അഭിപ്രായ പ്രകടനങ്ങളിലൂടെ ഈ തെരഞ്ഞെടുപ്പിനെ വിലയിരുത്തുകയുണ്ടായി. ഗവൺമെൻറ് വിരുദ്ധ വികാരം, ലോക്സഭാ തെരഞ്ഞെടുപ്പായതുകൊണ്ട് മോദി ഗവൺമെൻറ്റിനെതിരായിട്ടുള്ള വികാരവും പിണറായി സർക്കാരിനെതിരായിട്ടുള്ള വികാരവും ആണ് UDFിൻ്റെ വിജയത്തിന് വഴിതെളിച്ചത് എന്ന് പറയുമ്പോൾ അതേ സ്വരത്തിൽ തന്നെ പ്രധാനമന്ത്രി മോഡി നടത്തിയ വർഗീയ വിദ്വേഷ പ്രചരണത്തിനും പിണറായി വിജയനിലൂടെ കേരളത്തിൽ നടത്തിയ വർഗീയ പ്രീണന പ്രചരണത്തിനും കിട്ടിയ മതേതര വോട്ടർമാരുടെ ഒരു ശക്തമായ പ്രതികരണമായിട്ടാണ് ഈ തെരഞ്ഞെടുപ്പിനെ ഇന്ന് സംസാരിച്ച നേതാക്കൾ മിക്കവരും വിലയിരുത്തിയത്. വർഗീയ ധ്രുവീകരണത്തിന് വേണ്ടി എല്ലാ കാലത്തും ശ്രമിച്ചിട്ടുള്ള BJP പ്രധാനമന്ത്രി നടത്തിയ വർഗീയ വിദ്വേഷ പ്രചരണത്തിൽ ആർക്കും അത്ഭുതം ഉണ്ടായിട്ടില്ല. പക്ഷേ മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി, ഒരു ഇടതുപക്ഷ പാർട്ടി എന്ന് അവകാശപ്പെടുന്ന മാർക്സിസ്റ്റ് പാർട്ടിയുടെ സ്റ്റാർ ക്യാമ്പയിനറായിരുന്ന ശ്രീ പിണറായി വിജയൻ നടത്തിയ ഈ വർഗീയ പ്രീണന പ്രചരണം അത് എല്ലാവരെയും അത്ഭുതപ്പെടുത്തിയതാണ്. ആ പ്രചരണത്തിന് കേരളത്തിലെ വോട്ടർമാർ കൊടുത്ത കനത്ത ശക്തമായ തിരിച്ചടിയാണ്. കഴിഞ്ഞ ദിവസം നിയമസഭയിൽ തന്നെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞു, ഭരണപക്ഷത്തെ നോക്കി ഈ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് UDF ഉന്നയിച്ച പല പരാമർശങ്ങളും പല ചോദ്യങ്ങളും, ആ ചോദ്യങ്ങൾക്ക് ഇതുവരെ മുഖ്യമന്ത്രിയോ LDFിൻ്റെ നേതാക്കളോ മറുപടി പറഞ്ഞിട്ടില്ല. അതേ ചോദ്യങ്ങൾ CPMൻ്റെ യോഗങ്ങളിൽ ഉയർന്നു വരുന്നു. അതേ ചോദ്യങ്ങൾ കൂടുതൽ ശക്തിയോടെ CPI യോഗങ്ങളിൽ ഉയർന്നു വരുന്നു. മാധ്യമങ്ങളിൽ വരുന്ന വാർത്ത തീർച്ചയായിട്ടും ആ യോഗങ്ങളിൽ നടക്കുന്ന അഭിപ്രായ പ്രകടനങ്ങളാണ്. ഞങ്ങൾ ചോദിച്ച ചോദ്യങ്ങൾ സ്വന്തം അണികൾ നേതാക്കന്മാരോടും മുഖ്യമന്ത്രിയോടും ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ചോദ്യത്തിനൊന്നും ഇതുവരെ ഉത്തരവുണ്ടായിട്ടില്ല. അതുകൊണ്ട് UDF ഈ വിജയത്തിൽ ആഹ്ലാദമുണ്ട്, പക്ഷേ അഹങ്കരിക്കരുത്. വിനയത്തോടുകൂടി ഈ വിജയത്തെ സ്വീകരിച്ചുകൊണ്ട് വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പുകളിൽ ഇതുപോലെ വിജയം നേടാൻ കഴിയുന്ന
പ്രവർത്തനം നടത്താനാണ് ഇന്ന് തീരുമാനിച്ചിട്ടുള്ളത്.